മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മുടെ നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് NDA ആദ്യഘട്ടത്തിൽ സുന്ദരമായിട്ട് വിജയം നേടിയിരിക്കുന്നു. മറ്റൊന്നുമല്ല, നമ്മുടെ കേരളത്തിലെ സകല പ്രമുഖ മാധ്യമങ്ങളും ഈ സർവേ ഫലം പുറത്തുവിടുമ്പോൾ NDA അവഗണിക്കാനേ സാധിക്കുന്നില്ല. ഒരു സാധാരണ പരമാവധി അവഗണിച്ചങ്ങ് പോവാറായിരുന്നു പതിവ് എല്ലാ പ്രമുഖ മാധ്യമങ്ങൾക്കും. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ റിസൾട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. മനോരമയുടെ സർവേ പുറത്തു വന്നു. അതിൽ 1 മുതൽ 5 വരെ സീറ്റ് NDA നേടുമെന്ന് മനോരമ പ്രഖ്യാപിച്ചിരിക്കുന്നു. മനോരമ 1 മുതൽ 5 വരെ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അത് 10 സീറ്റ് തന്നെ NDA കേരളത്തിൽ നേടില്ലേ? 10 അല്ല, 12 സീറ്റുകളിൽ വ്യക്തമായിട്ട് BJP ജയിക്കാൻ പോകുന്ന, NDA ജയിക്കാൻ പോകുന്ന സീറ്റുകളുടെ എണ്ണം ഞാൻ ഇവിടെ അങ്ങ് മുന്നോട്ട് വെക്കാം. വ്യക്തമായ കണക്കുകൾ സഹിതം തെളിവ് നിരത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. നമുക്ക് ഏതായാലും ആദ്യം തന്നെ മനോരമ പറഞ്ഞിട്ടുള്ള 5 സീറ്റ് ഏതാണ് എന്നൊന്ന് പരിശോധിക്കാം. മറ്റൊരു കാര്യം എടുത്തു പറയാം, UDF-നെ അല്ലാതെ മനോരമ ഇവിടെ ഒരു കാലത്തും വിജയിപ്പിച്ചിട്ടില്ല. കഴിഞ്ഞ ടൈമിലും മനോരമ UDF-നെ തന്നെയാണ് തിരഞ്ഞ് എടുത്തിട്ടുള്ളത്. ആ മനോരമയാണ് BJP-ക്ക് 5ഓളം സീറ്റ് എന്ന് പറയുന്നത്. വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ സകല മലയാളികളും തിരിച്ചറിയണം. നമ്മുടെ കേരള രാഷ്ട്രീയം തന്നെ മാറാൻ പോവാ. 3ാം മുന്നണി ഇവിടെ ശക്തമാകാൻ പോകുന്നു. നമുക്ക് ഏതായാലും 5 സീറ്റോളം നേടുമെന്ന് പറഞ്ഞത് മനോരമ പറഞ്ഞത് ഏതൊക്കെയാണ് എന്നൊന്ന് പരിശോധിക്കാം. തിരുവനന്തപുരം ജില്ലയിൽ 1 മുതൽ 3 വരെ സീറ്റ് നേടുമെന്നാണ് മനോരമ സർവേയിൽ പറയുന്നത്. 1 നിയമമാണ്, അവരത് ഉറപ്പിച്ചു കഴിഞ്ഞു, അതിലൊരു മാറ്റമില്ല. എന്നാൽ 3ഓളം എന്ന് പറയുന്നതിൽ 1 നിയമവും, രണ്ടാമതായിട്ട് കഴക്കൂട്ടമാണ്. വി മുരളീധരൻ മത്സരിക്കുന്ന സീറ്റും വിജയിക്കുമെന്ന് തന്നെയാണ് മനോരമ ഉയർത്തിപ്പിടിക്കുന്നത്. എന്നാൽ 3ാമത്തെ മണ്ഡലം ഏതാണ് എന്നുള്ളത് മനോരമ വ്യക്തമാക്കിയിട്ടില്ല. വട്ടിയൂർക്കാവോ തിരുവനന്തപുരം സെൻട്രൽ സീറ്റോ ആവാൻ സാധ്യതയുണ്ട്. XOR-Y 3 സീറ്റ് പറയുന്ന തിരുവനന്തപുരത്ത് മനോരമ NDA-ക്ക് ഉറപ്പ് വരുത്തുന്നുണ്ട്. അടുത്ത സീറ്റ് പറയുന്നത് തൃശ്ശൂരിലാണ്. 0 മുതൽ 1 വരെ സീറ്റ് തൃശ്ശൂരിൽ നേടുമെന്നാണ് മനോരമ സർവേയിൽ പറയുന്നത്. പത്മജ വേണുഗോപാൽ തൃശ്ശൂരിൽ വിജയിക്കുമെന്ന് തന്നെയാണ് മനോരമ സർവേയിൽ പോലും പറയുന്നത്. അടുത്തതായിട്ട് അവര് പറയുന്നത് കാസർഗോഡാണ്. 0 മുതൽ 1 സീറ്റ് വരെയാണ് NDA കാസർഗോഡ് നേടുക എന്നാണ് പറയുന്നത്. അത് മഞ്ചേശ്വരം സീറ്റാണ്, അതൊരു തർക്കമില്ലാത്ത വിഷയമാണ്. ആ സീറ്റുമാണ് മനോരമ ഉയർത്തിപ്പിടിക്കുക. അതായത് 1 മുതൽ 5 വരെ സീറ്റാണ് മനോരമ പറയുന്നത്. മനോരമ അത് സമ്മതിക്കണമെങ്കിൽ അത് അത്രയും ഉറപ്പ് വരുത്താതെ അത് അവര് പറയില്ല. അവര് UDF രണ്ടും കൂട്ടാനുള്ള പണിയെടുക്കുന്ന ഒരു വിഭാഗം ആളുകളല്ലേ. അവര് പോലും 1 മുതൽ 5 വരെ ഉറപ്പിച്ചു. ഇനി നമുക്ക് ഇവര് കാണാതെ പോയെ, ഇവര് മൈൻഡ് വെക്കാതെ മുന്നോട്ട് പോകുന്ന, എന്നാൽ വിജയിക്കാൻ 99.99% ഉറപ്പുള്ള സീറ്റുകളുടെ കണക്കാണ് നമ്മളിവിടെ മുന്നോട്ട് വെക്കുന്നത്. ആദ്യത്തേത് തന്നെ 6ാമതായിട്ട് നമ്മൾ പറയുന്നത് പാലക്കാട് ശോഭാ സുരേന്ദ്രൻ. വെറുതെ പറയുന്നതല്ല, ഇന്ന് നമ്മുടെ കേരളത്തിൽ ഒന്നടങ്കം ചർച്ച എന്താ? പാലക്കാട് BJP-യുടെ A ക്ലാസ് മണ്ഡലം. ആരാണിത് A ക്ലാസ് മണ്ഡലാക്കിയത്? ശോഭാ സുരേന്ദ്രനാണ് ഇത് A ക്ലാസ് മണ്ഡലമാക്കി മാറ്റിയിട്ടുള്ളത്. അതായത് 2011 22,317 വോട്ടുള്ള പാലക്കാട് മണ്ഡലത്തെ 2016 ശോഭാ സുരേന്ദ്രൻ അവിടെ മത്സരിച്ച് 40,076 വോട്ടിലേക്ക് ശോഭാ സുരേന്ദ്രൻ 2ാം സ്ഥാനത്തേക്ക് പാലക്കാട് BJP അങ്ങെത്തിച്ചു. അതിനുശേഷം പിന്നോട്ടേക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. BJP-ക്ക് 2ാം സ്ഥാനം പിന്നീട് എല്ലാ സമയത്തും ഉറപ്പിച്ചു. അതേ ശോഭാ സുരേന്ദ്രൻ, അതായത് A ക്ലാസ് മണ്ഡലമാക്കി പാലക്കാട് മണ്ഡലത്തെ ഉയർത്തിയ അതേ ശോഭാ സുരേന്ദ്രൻ പിന്നീട് ഈ 2026 അംഗത്തിനിറങ്ങുമ്പോ ഒരു കാര്യം ഉറപ്പാ, ശോഭാ സുരേന്ദ്രൻ അവിടെ ഉറപ്പിക്കാൻ എത്തിയിട്ടുള്ളത് MLA, BJP-യുടെ MLA എന്നുള്ളതാണ്. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ ഉറപ്പിക്കാൻ പോകുന്നത്. 6ാമത്തതിലും ആർക്കും ഒരു തർക്കമില്ലല്ലോ. ഇനി നമുക്ക് 7ാമത്തെ സീറ്റ് ഏതാണ് എന്നത് പരിശോധിക്കാം. അത് ചാത്തന്നൂരാണ്. ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.
ചാത്തന്നൂർ സീറ്റ് നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ മൈൻഡ് പോലും വെക്കാത്ത സീറ്റ്. നമ്മൾ ഇത് വെറുതെ പറയല്ല. അതായത് ചാത്തന്നൂര് BB ഗോപകുമാർ 2016 അവിടെ മത്സരം തുടങ്ങിയിട്ടുണ്ട്. ആ മണ്ഡലത്തില് 2011 വെറും 3839 വോട്ടായിരുന്നു. വെറും 3839 വോട്ട്. അവിടെ 2016 BB ഗോപകുമാർ മത്സരിച്ചത് 33,199 വോട്ടിലേക്കാണ് അദ്ദേഹം അവിടെ എത്തിച്ചിട്ടുള്ളത്. വലിയ രീതിയിലുള്ളൊരു വർധനവ് BB ഗോപകുമാർ അവിടെ വോട്ട് പിടിച്ചു. അതേ BB ഗോപകുമാർ തന്നെ 2021 മത്സരിക്കുമ്പോ 42,090 വോട്ടാ അവിടെ അധികമായിട്ട് പിടിക്കുന്നത്. 42,090 വോട്ട് 2021 എത്തുമ്പോഴേക്ക് ഈ 2ാം സ്ഥാനം, അതായത് 3000 ചില്ലറ വോട്ടുള്ള ചാത്തന്നൂർ മണ്ഡലത്തിൽ 2011 3ാം സ്ഥാനത്തുള്ള BJP 2016 BB ഗോപകുമാർ ഗോപകുമാർ ചിത്രം തന്നെ മാറുക. 2021 2ാം സ്ഥാനം ഉറപ്പിച്ചു കോൺഗ്രസിനെ പിന്തള്ളിയിട്ട് BB ഗോപകുമാർ. അതേ BB ഗോപകുമാർ ഇത്തവണ അവിടെ അംഗത്തിനിറങ്ങിയിട്ടുള്ളത്. അതായത് 2011 നിന്ന് 2021 BB ഗോപകുമാർ അവിടെ മത്സരിക്കുമ്പോ 38,251 വോട്ട് വർദ്ധിപ്പിച്ച ഒരു വ്യക്തി അവിടെ സ്ഥാനാർത്ഥി. ചില്ലറ വോട്ട് മറികടന്നാൽ അവിടെ സീറ്റ് BJP അങ്ങ് തൂക്കും, ചാത്തന്നൂർ സീറ്റ്. ഇനി നമുക്ക് 8ാമത്തെ സീറ്റ് നോക്കാം. അതായത് അത് കാസർഗോഡ് മണ്ഡലമാണ്. കാസർഗോഡ് മണ്ഡലം 50,000-ലധികം വോട്ട്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും BJPക്ക് അവിടെ വോട്ടുണ്ട്. ആ മണ്ഡലത്തിൽ ML അശ്വനിയാണ് മത്സരിക്കുന്നത്. ചെറിയ വോട്ട്, അതായത് ചില്ലറ വോട്ടിന്റെ വ്യത്യാസത്തില് വിജയിച്ച പറയുന്ന അവിടേക്ക് ഒരു ചെറിയൊരു വോട്ട് മാറ്റം വന്നു കഴിഞ്ഞാൽ ML അശ്വിനി അവിടെ MLA ആണ്. ചെറിയ വോട്ട്, 50,000-ലധികം വോട്ട് BJPക്കുള്ള മണ്ഡല കാസർഗോഡ് മണ്ഡലം എന്ന് പറയുന്നത്. ഇനി നമുക്ക് 9ാമത്തെ സീറ്റ് നോക്കാം. അതായത് അത് പൂഞ്ഞാറാണ്. പൂഞ്ഞാർ എന്ന് കേൾക്കുമ്പോൾ കുറെ ആളുകൾക്ക് അങ്ങ് കുരുപൊട്ടും. ആ കുരുപൊട്ടുന്നവരോടൊക്കെ തന്നെ പറയാനുള്ളത്, കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലും സകല SDPയും സകല ജിഹാദി തുടാപ്പി സകലരും എതിർത്ത് നിന്നിട്ടും പൂഞ്ഞാറിലെ 41,851 വോട്ട് പിടിച്ച് PC ജോർജ് അവിടെ ഒറ്റക്ക് 2ാം സ്ഥാനം നിലയുറപ്പിച്ചിട്ടുണ്ട്. നിരവധി തവണ MLA ആയിട്ടുള്ള ഗ്രൗണ്ട് എന്താണ്, ഗ്രൗണ്ടിൽ ആരൊക്കെ എതിരാണ് PC ജോർജിന് എന്ന് PC ജോർജ് തന്നെ മനസ്സിലാക്കിയ ഒരു ഇലക്ഷനാ. അദ്ദേഹം കളത്തിലിറങ്ങിയത് വെറുതെ അല്ല. ഇത്തവണ പൂഞ്ഞാറിൽ PC ജോർജ് തൂക്കിയിരിക്കൂ. അടുത്തതായിട്ട് 10ാമത്തെ സീറ്റായിട്ട് പറയുന്നത് പാലാ സീറ്റ്. ഷോൺ ജോർജ് മത്സരിക്കുന്നത്. 10,000-കണക്കിന് ആളുകളെയാണ് റോഡ് ഷോക്ക് റാലിക്കായിട്ട് BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള ഷോൺ ജോർജിന് വേണ്ടി പാലയിലെ ജനത ഇറങ്ങിയിട്ടുള്ളത്. വലിയ റാലികൾ, വലിയ മാറ്റം. പുതിയ കാലത്തെ പൊളിറ്റിക്സ് എങ്ങനെയാണ് ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാക്കുന്നത് എന്ന് ഷോൺ ജോർജ് കൃത്യമായിട്ട് അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. പാലയിലേക്ക് റിസൾട്ട് വരുമ്പോൾ ഇവിടെ ഒരുപാട് ആളുകളുടെ മുഖമങ്ങ് ചുളുങ്ങും. ഇനി അടുത്തതായിട്ട് 11ാമത്തെ സീറ്റ് എന്ന് പറയുന്നത് കുന്നത്ത് നാടാണ്. അതായത് 3 മുന്നണികളും കഴിഞ്ഞ തവണ റിസൾട്ട് വന്ന സമയത്ത് ഞെട്ടിപ്പോയിട്ടുള്ള സീറ്റാണ് കുന്നത്ത് നാട് സീറ്റ് എന്ന് പറയുന്നത്. അവിടെ 41,890 വോട്ടേ ഒരു മുന്നണിയുമില്ലാതെ കുന്നത്ത് നാട്ടില് ഈ പറയുന്ന 2020 എന്ന പാർട്ടി ഒറ്റക്ക് പിടിച്ചിട്ടുണ്ട്. അവിടെ ഇപ്പോ മുന്നണി BJP NDA മുന്നണിയുടെ ഭാഗമായിട്ട് അവിടെയുള്ള ബാബു ദിവാകരൻ എന്ന മുൻ കോൺഗ്രസ് നേതാവാണ് അവിടെ NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് രംഗത്തെത്തിയിട്ടുള്ളത്. അവിടെ കട്ടേമറി വിജയത്തിലൂടെ NDAക്ക് അവിടെ MLA ഉണ്ടാവും. 12ാമത്തെ സീറ്റ് എന്ന് പറയുന്നത് തൃപ്പൂണിത്തുറയാണ്. ഈ തൃപ്പൂണിത്തുറയില് വളരെ വ്യക്തമാണ്. 2011 4,942 വോട്ടുള്ള തൃപ്പൂണിത്തുറയില് അത് 2016 എത്തുന്ന സമയത്ത് 29,843 വോട്ടിലേക്ക് വർദ്ധിച്ചിട്ടുണ്ട്. 2011 നിന്ന് 2016 BJP എത്തുമ്പോ 29,843 വോട്ടിന്റെ മാറ്റം.
ആ തൃപ്പൂണിത്തുറയില് സിനിമാ നടിയായിട്ടുള്ള അഞ്ജലി നായരാണ് അംഗത്തിനിറങ്ങിയിട്ടുള്ളത്. അവിടെയുള്ള മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി ചരിത്രത്തിൽ ആദ്യമായിട്ട് BJP അങ്ങ് തൂത്തുവാരിയിട്ടുണ്ട്. അവിടെയൊക്കെ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ വലിയ അനുകൂല, പ്രത്യേകിച്ച് അവിടുത്തെ സ്ഥാനാർത്ഥി അഞ്ജലി നായർ ഏതൊരാൾക്കും വലിയ പരിചയമുള്ള, വലിയ രീതിയിൽ സ്വീകാര്യതയുള്ള അഞ്ജലി നായർ സാധാരണക്കാരുടെ പൊളിറ്റിക്സ് അവർ കൃത്യമായിട്ട് ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. സാധാരണക്കാർക്ക് വേണ്ടി അവർ നിലകൊള്ളുമെന്ന് കൃത്യമായിട്ട് അവർ നിരന്തരം ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നു. തൃപ്പൂണിത്തുറയിലും വ്യക്തമായിട്ടൊരു അട്ടിമറിയിലൂടെ അവിടെ വിജയം നേടും. 12 സീറ്റ് കണക്കുകൾ വെച്ച് നോക്കിയാൽ തന്നെ വളരെ വ്യക്തമാണ്. എവിടെയൊക്കെ ഇനി മറ്റു സ്ഥലങ്ങളിൽ അട്ടിമറികളിലൂടെ വിജയം ഉണ്ടാവും എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരിക്കാം. ഒരു കാര്യം ഞാൻ അങ്ങ് എടുത്തു പറയാം, മനോരമ പോലും 5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു റിസൾട്ട്, 12 സീറ്റ് കണക്കുകൾ അനുസരിച്ച് തന്നെ വിജയിക്കേണ്ടതാണ്. ഈ വരുന്ന റിസൾട്ടോടുകൂടി കേരള രാഷ്ട്രീയം തന്നെ മാറാൻ പോവാ. BJP വലിയൊരു റിസൾട്ടിലേക്ക്, NDA വലിയൊരു ചരിത്രപരമായിട്ടുള്ളൊരു റിസൾട്ടിലേക്ക് എത്താൻ പോകുന്നൊരു നിയമസഭാ തിരഞ്ഞെടുപ്പ് തന്നെയാ നമ്മുടെ പടിവാതിൽക്കൽ എത്തിയിട്ടുള്ളത്. നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളതൊക്കെ തന്നെ കഴിഞ്ഞ തവണത്തെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കണക്കുകളാ. എന്നാൽ ഒരുപാട് രാഷ്ട്രീയ സാഹചര്യങ്ങൾ നമ്മുടെ കേരളത്തിൽ മാറിക്കഴിഞ്ഞു. SUP LDFന്റെ കൂടെ, ജമാഅത്തെ ഇസ്ലാമി UDFന്റെ കൂടെ കൃത്യമായിട്ട് ഇവിടെ എല്ലാവരെയും ഉൾക്കൊള്ളുന്നൊരു മുന്നണി പോലും കേരളത്തിൽ ഇല്ലാത്തൊരവസ്ഥ. കാരണം രണ്ടു കൂട്ടരും ജിഹാദികളെ, സുഡാപ്പികളെ സുഖിപ്പിക്കാനുള്ള മത്സരത്തിലാണ് UDFും LDFും. അവിടെയാണ് സാധാരണക്കാരന്റെ പൊളിറ്റിക്സ് പറഞ്ഞ് വികസന കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ച് NDA രംഗത്തെത്തുന്നത്. ഇതൊക്കെ പുറത്തു നിന്ന് ഏതൊരാൾ നോക്കിയാലും നമ്മൾ ഇവിടെ പറയുന്നതൊക്കെ വളരെ വലിയ യാഥാർത്ഥ്യമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ എടുത്തു പറയുന്നു, കഴിഞ്ഞ റിസൾട്ടുകളിലെ കണക്കാണ് നമ്മളിവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ ഒരുപാട് രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറിയിരിക്കുന്നു. നമ്മൾ വലിയ റിസൾട്ട് തന്നെയാണ് കേരളത്തിൽ NDAയുമായി ബന്ധപ്പെട്ട് പുറത്തു വരാൻ പോകുന്നത് എന്നുള്ളതിൽ ഒരാൾക്കും ഒരു തർക്കവും വേണ്ട കേട്ടോ.